പാസ് ചെയ്യുന്നതും തൊഴിലാളികൾ വലിയങ്ങാടിയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവുകയും അത് ഇത്രയും ഒരു അനാസ്ഥയിൽ എത്തുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഗുരുതരമായി 5 പേരെയാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് പരിശോധിച്ചുകൊണ്ട് ഇതെന്താണ് കോർപ്പറേഷൻ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്ന കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൗൺസിലിലേക്ക് അത്തരത്തിലൊരു അജണ്ട ഇത് ഇങ്ങനെ ഒരു അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇത് എങ്ങനെയാണ് അങ്ങനെ ഒരു അനുമതി നൽകിയത് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. നമ്മൾ സംസാരിച്ചത് വാർഡ് കൗൺസിലറാണ്. ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൗൺസിലർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതെങ്കിലും രീതിയിൽ കൗൺസിൽ യോഗത്തിലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഏതെങ്കിലും അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ കൗൺസിലിൽ എത്തിയിരുന്നില്ല. അത് ഇല്ലാതെയാണ് ലൈസൻസ് നൽകിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി വേണം. അതിൽ ഈ പ്രഥമ ദൃഷ്ട്യ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കൗൺസിലർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നൽകുന്നത്. കാരണം ഈ ബിൽഡിംഗ് മുഴുവനായി പരിശോധിച്ചിട്ടുണ്ട്. ഇതിനടിയിൽ ഏതെങ്കിലും രീതിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ അറിയില്ല. ഒരു തരത്തിലും ആളുകൾ ഇതിനകത്തില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുകൂടി അവർ ഫയർഫോഴ്സും പോലീസും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 2 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 3 പേർ ഇപ്പോഴും അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. കോഴിക്കോട് വലിയങ്ങാടിയിലാണ് അപ്രതീക്ഷിതമായ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയങ്ങാടിയിലെ ഒരു കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് സൺഷെയ്ഡ് തകർന്നു വീണിട്ട് 5 തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. അതിൽ 2 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റ് 3 പേരുടെയും പരിക്ക് ഗുരുതരമാണോ എന്നതിലൊന്നും വ്യക്തതയില്ല നിലവിൽ. എല്ലാവരെയും ബീച്ച് ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കെട്ടിടത്തിന് പുറത്ത് വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്കാണ് സൺഷെയ്ഡ് തകർന്നു വീണ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിപ്പോയവരെ മറ്റു തൊഴിലാളികളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമൊക്കെ എത്തി രക്ഷപ്പെടുത്തി ബീച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ തന്നെ ഗുരുതരമായി പരിക്കേറ്റ 2 പേരുടെ ജീവനാണ് നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജബ്ബാർ, അഷ്റഫ് എന്നിവരാണ് മരിച്ചത്. കോൺക്രീറ്റ് സ്ലാബ് തലയിൽ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് മരിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡാണ് നിലവിൽ തകർന്നു വീണിരിക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നു ഒരു പുതിയ വ്യാപാര സ്ഥാപനം ഈ കെട്ടിടം റിനോവേറ്റ് ചെയ്തതിന് ശേഷം പുതിയതായി ഒരു വ്യാപാര സ്ഥാപനത്തിന് അവിടെ അനുമതിയും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നേരത്തെ കോർപ്പറേഷൻ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹവുമുണ്ട്. അതിൽ പരിശോധിച്ച് പറയാമെന്നാണ് നിലവിൽ മേയർ പറഞ്ഞിരിക്കുന്നത്. കൗൺസിലർ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നതിലെന്നും പറയുന്നുണ്ട് കൗൺസിലർ. മേയർ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് പറയാം. ഇത് പൊളിച്ചു മാറ്റാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ എങ്ങനെയാണ് പുതിയൊരു വ്യാപാര സ്ഥാപനം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തായാലും വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്ന വ്യാപാര സമുച്ചയമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് ആളുകളൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും ആ കെട്ടിടം അപകടാവസ്ഥയിൽ ആയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാലപ്പഴക്കത്താൽ ദുർബലമായ ഒരു കെട്ടിടം തന്നെയാണ്. 60 വർഷത്തോളം പഴക്കമുണ്ട്. കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം കെട്ടിടത്തിന് എത്രത്തോളം പഴക്കമുണ്ട്. അത് ദുർബലമാകാനുള്ള ഒരു സാധ്യതയും ഒക്കെയും നമുക്ക് അറിയാം. അവിടെ ഒരു കൂട്ടം വ്യാപാര സ്ഥാപനങ്ങൾ തന്നെയുണ്ട് ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നിലവിൽ തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഭാഗത്തേക്ക് കോൺക്രീറ്റ് സൺഷെയ്ഡ് വീഴുകയും 5 പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. നിലവിൽ ഫയർഫോഴ്സും മറ്റു തൊഴിലാളികളുമൊക്കെ സ്ഥിരീകരിക്കുന്നതിനനുസരിച്ച് മറ്റാരും നിലവിൽ പൊളിഞ്ഞു വീണ കെട്ടിടത്തിനുള്ളിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 5 പേരാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. 5 പേരെയും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റി. അതിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. വളരെ ദാരുണമായ കാര്യം, അപ്രതീക്ഷിതമായ അപകടം. എന്തുതന്നെയായാലും 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഉള്ളവരുടെ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണെന്ന്
നമുക്ക് വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ബെൻസൺ ഉണ്ട്, ബെൻസനോട് ചോദിക്കാം. ബെൻസൺ, ഈ പ്രദേശങ്ങളൊക്കെ, ഈ വലിയങ്ങാടി പ്രദേശത്തൊക്കെ തീർച്ചയായും റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഒരു പഴക്കം ചെന്ന കെട്ടിടം തന്നെയാണോ പിന്നെ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് മറ്റ് മേയർ സ്ഥിരീകരിച്ച് പറയാമെന്നാണ് പറയുന്നത്, എങ്കിൽ പോലും ഇത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ച ഒരു കെട്ടിടമായിരുന്നു. അവിടെയാണ് നിലവിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതിലൊരു അനാസ്ഥയൊക്കെ ഉണ്ടോ ബെൻസൺ? ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമായിരുന്നു അത്. ആ കെട്ടിടം പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ അതൊരു അപകടാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി അവിടുത്തെ തൊഴിലാളികളും വ്യാപാരികളും കോർപ്പറേഷനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അത് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്നും നേരത്തെ തന്നെ കോർപ്പറേഷനിൽ നിന്നും ഇവർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ അതിൽ വന്ന ഒരു കാലതാമസമാണ് ഇപ്പോൾ ഇത്തരത്തിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതായത് കുറെ കെട്ടിടങ്ങൾ ഉള്ള കുറെ വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ള ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണത്. പഴയ പാസ്പോർട്ട് ഓഫീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണത്. അത് പൂർണ്ണമായും നമുക്ക് നേരിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പൂർണ്ണമായും തന്നെ ഒരു ജീർണാവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു കെട്ടിടമാണ്. അതിന്റെ സൺഷെയ്ഡുകൾ ഈ ഇടിഞ്ഞു വീണ സൺഷെയ്ഡ് അടക്കമുള്ള ആ ഭാഗങ്ങളെല്ലാം തന്നെ കാഴ്ചയിൽ തന്നെ വലിയ അപകട ഭീതി സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കത് കാഴ്ചയിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ തൊട്ട് താഴത്തായിട്ടാണ് അവിടെയുള്ള ഈ തൊഴിലാളികൾ അവിടെ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇത് കൈത്തിറക്ക് തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അവർ വിശ്രമിക്കുന്ന അതിന്റെ തൊട്ട് താഴത്തുള്ള ഒരു പ്രദേശത്താണ്. അവിടെ ഈ സ്ലാബ്, ഈ പോസ്റ്റിന്റെ സ്ലാബൊക്കെ ഇട്ട് അവിടെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ ചൂട് കൂടുതലായിട്ടുള്ള സമയമായതിനാൽ തന്നെ ഈ തൊഴിലാളികൾ ഒരു 11 മണിക്ക് ശേഷം ഇത്തരത്തിൽ വിശ്രമത്തിലായിരിക്കും. അധികം ഇത്തരത്തിൽ വെയിൽ കൊള്ളുന്ന ഇടങ്ങളിലേക്ക് അധികം പോകില്ല. കാരണം അത്രത്തോളം ചൂട് അനുഭവപ്പെടുന്ന മേഖലകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ രാവിലത്തെ ജോലി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു വിശ്രമ സമയമായിരുന്നു 11 മണി മുതൽ 2 മണി വരെയുള്ള ആ സമയത്ത് കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊരു വലിയ അപകടത്തിലേക്ക്, കൂടുതൽ ആളുകൾക്ക് അപകടം പറ്റുന്ന നിലയിലേക്ക് പോയില്ല എന്നതൊരു ആശ്വാസകരമാണ്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതേ നിലയിൽ സമാന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കാലപ്പഴക്കം ചെന്ന അപകടാവസ്ഥയിലായിട്ടുള്ള കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതേ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം പല ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള നടപടികൾ അക്കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതിൽ ഒരു കാലതാമസം വന്നു. ഇപ്പോഴുണ്ടായതുപോലെയുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മുൻപും സമാന രീതിയിൽ തന്നെ പഴയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് പോയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വലിയ ചർച്ചയാവാതിരുന്നത്. പക്ഷെ ഇനിയിപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ഇത്രത്തോളം കാലതാമസം വന്നു എന്നതിൽ കൃത്യമായിട്ടുള്ള മറുപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ ഈ ആളുകളെല്ലാം തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്കാണ്, തൊട്ട് സമീപത്തുള്ള ബീച്ച് ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആളുകളുടെ പരിക്കിന്റെ നില കുറച്ച് കൂടുതലായി തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സൂചിപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 2 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പരിക്കേറ്റ ആളുകൾക്കും കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കോൺക്രീറ്റ് സ്ലാബാണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. അത് എത്രത്തോളമാണ് എന്നതിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. 3 ആളുകൾക്ക് മരണം സംഭവിച്ചു എന്ന അനൌദ്യോഗിക റിപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതും കൈത്തിറക്ക് തൊഴിലാളികൾ തന്നെയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 50 വർഷത്തിലധികം കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണിത്. 5 പേർക്കാണ്, അല്ലെങ്കിൽ 5 പേരായിരുന്നു അവിടെ ആ സമയത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ദേഹത്തേക്കാണ് ഈ സ്ലാബ് ഇടിഞ്ഞു വീണതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ജബ്ബാർ അഷ്റഫ്, ബഷീർ എന്നീ 2 പേർക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 12